നമസ്കാരം. ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. നെടുമ്പാശ്ശേരിയിലെ ഹോട്ടൽ ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ്. അങ്കമാലി തുറവൂർ സ്വദേശി 25 വയസ്സുകാരൻ ഐവിൻ ജിജോ മരിച്ചതിൽ CISF വിനയകുമാർ ദാസ്, കോൺസ്റ്റബിൾ മോഹൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവർ ഐവിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാരുടെ മർദ്ദനമേറ്റ വിനയകുമാർ അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട മോഹനെ വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. അപകടത്തിന് മുൻപ് ഐവിനും CISF ഉദ്യോഗസ്ഥരുമായി തർക്കമുണ്ടായതായും പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിലെ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. തിരുവനന്തപുരം സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. മർദ്ദനമേറ്റ JV ശ്യാമിലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതോടെ മുങ്ങിയ പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രി G സുധാകരന്റെ വെളിപ്പെടുത്തലിൽ നടപടി. തപാൽ വോട്ടിൽ കൃത്രിമത്വം വരുത്തി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് കേസെടുക്കാനും വിശദമായ അന്വേഷണം നടത്താനും അടിയന്തര നടപടി സ്വീകരിക്കാൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് രത്തൻ യു ഗേൽക്കർ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആലപ്പുഴയിൽ G സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. ആപ്പിൾ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതില്ലെന്ന് CEO ടീം കുക്കിനോട് നിർദ്ദേശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ കാര്യം അവർ തന്നെ നോക്കിക്കൊള്ളുമെന്നും ട്രംപ്. ദോഹയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു തിരിവും ഈടാക്കില്ലെന്ന് ഇന്ത്യ പറഞ്ഞതായും ട്രംപ് അവകാശപ്പെട്ടു. തങ്ങളുടെ ഉൽപാദനം ചൈനയിൽ നിന്ന് മാറ്റാനും ഇന്ത്യയിൽ കൂടുതൽ പ്ലാന്റുകൾ ആരംഭിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും ആപ്പിൾ തീരുമാനിച്ചിരുന്നു. US തിരിവ് വൻതോതിൽ വർദ്ധിപ്പിച്ച സാഹചര്യത്തിലായിരുന്നു ആപ്പിളിന്റെ ഈ നീക്കം. ഇതിനെതിരെയാണ് ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം നൽകിയ തിരിച്ചടി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കേണൽ സോഫിയ ഖുറേഷിയെ കുറിച്ച് നടത്തിയ വിവാദ പരാമർശത്തിലാണ് സുപ്രീം കോടതി ഷായെ വിമർശിച്ചത്. തനിക്കെതിരായ നിയമ നടപടികൾ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഷാ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ വിമർശനം. വിജയ് ഷായുടെ പരാമർശം അംഗീകരിക്കാനാകില്ലെന്നും ഭരണഘടനാ പദവി വഹിക്കുന്നവർ സംസാരത്തിൽ മിതത്വം പാലിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇൻഡോറിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടെയായിരുന്നു വിജയ് ഷായുടെ വിവാദ പരാമർശം. സോഫിയ ഖുറേഷിയെ ഭീകരരുടെ സഹോദരി എന്ന വിധത്തിൽ പരാമർശിച്ചതാണ് വിവാദമായത്. വയനാട് 900 കണ്ടിയിൽ ടെന്റ് തകർന്ന് യുവതി മരിച്ച സംഭവത്തിൽ അപകടം നടന്ന റിസോർട്ട് അടച്ചുപൂട്ടാൻ പോലീസ് ഉത്തരവിട്ടു. 900 കണ്ടിയിലെ 900 വെഞ്ചേഴ്സ് എന്ന റിസോർട്ടാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. അതേസമയം റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത് അനുമതി ഇല്ലാതെയാണെന്ന് മേപ്പാടി പഞ്ചായത്തും അറിയിച്ചു. 2 വർഷം മുമ്പ് റിസോർട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചതാണെന്നും ഇതിനുശേഷം ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ലെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. വിനോദസഞ്ചാരത്തിനെത്തിയ മലപ്പുറം നിലമ്പൂർ അങ്കമ്പാടം സ്വദേശിനി 24-കാരി നീഷ്മയാണ് റിസോർട്ടിൽ താമസിച്ചിരുന്ന ടെന്റ് തകർന്നു വീണ് മരിച്ചത്. മരത്തടികൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന താൽക്കാലിക ടെന്റിന്റെ മേൽക്കൂര പുല്ലുമേഞ്ഞതായിരുന്നു. മഴ പെയ്തപ്പോൾ ഭാരം താങ്ങാനാകാതെയാണ് ടെന്റ് തകർന്നു വീണ് അപകടമുണ്ടായതെന്നാണ് പോലീസിന്റെ നിഗമനം. പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആദ്യമായി ജമ്മു കാശ്മീരിൽ. സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിച്ച അദ്ദേഹം സൈനികരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭീകരതയ്ക്കെതിരായ ഏറ്റവും വലിയ ഓപ്പറേഷനാണിതെന്നും ഭീകരത അവസാനിപ്പിക്കാൻ രാജ്യം ഏതറ്റം വരെ പോകുമെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഭീകരർക്ക് അഭയം നൽകുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണം. പാകിസ്ഥാന് ഇന്ത്യൻ സേന നൽകിയ തിരിച്ചടി അവർ മറക്കില്ല. നമ്മുടെ സേനയിൽ രാജ്യത്തിന് അഭിമാനമുണ്ടെന്ന ജനങ്ങളുടെ സന്ദേശം കൈമാറാൻ കൂടിയാണ് ഈ സന്ദേശമെന്നും മന്ത്രി പറഞ്ഞു. പ്രതിരോധം മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ കാണിച്ചു കൊടുത്തു. എവിടെ ഒളിച്ചാലും ഭീകരരുടെ താവളം തകർക്കുമെന്ന് ഇന്ത്യ തെളിയിച്ചതായും മന്ത്രി പറഞ്ഞു. കൊഴുപ്പുനീക്കൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ വിരലുകൾ നഷ്ടമായ സംഭവത്തിൽ പ്രതികരിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ. ഇത്തരത്തിൽ എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമായിരുന്നു. ഇതൊരു അടിയന്തര ശസ്ത്രക്രിയ അല്ലല്ലോ എന്നും സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ളതല്ലേ എന്നും ശസ്ത്രക്രിയ നടത്തുന്നത് വിദഗ്ധരായ ഡോക്ടർമാരാണോ എന്ന് അന്വേഷിക്കണമായിരുന്നുവെന്നും മന്ത്രി അറിയിച്ചു. മുൻകാലങ്ങളിൽ ശസ്ത്രക്രിയ നടത്തിയവരുടെ അനുഭവങ്ങളെങ്കിലും കണക്കിലെടുക്കണമായിരുന്നു. ഇത്തരം ശസ്ത്രക്രിയയുടെ പരിണത ഫലങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെന്നും ഗണേഷ് കുമാർ വ്യക്തമാക്കി.
ജമ്മു കശ്മീരിലെ അവന്തിപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. പ്രദേശത്ത് 2 ഭീകരർ കൂടി ഉണ്ടെന്നാണ് വിവരമെന്നും അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും കശ്മീർ പോലീസ് അറിയിച്ചു. 48 മണിക്കൂറിനിടെ രണ്ടാമത്തെ ഏറ്റുമുട്ടലാണിത്. അവന്തിപൂരിലെ നദോർ, ത്രാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സൈന്യവും CRPF-ഉം ജമ്മു കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായത്. ബീഹാറിലെ ദർഭംഗ ജില്ലയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ദർഭംഗയിലെ അംബേദ്കർ ഹോസ്റ്റലിൽ ഇന്ന് നിശ്ചയിച്ചിരുന്ന ദലിത് വിദ്യാർത്ഥികളുമായുള്ള രാഹുൽ ഗാന്ധിയുടെ സംവാദത്തിനാണ് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. സംസ്ഥാനത്തെ JDU-BJP സർക്കാരാണ് നടപടിക്ക് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു.